നിൽപ്പിൽ അപ്രത്യക്ഷമാകാനും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാനും കഴിവുള്ളൊരു തടാകമുണ്ട്. വടക്കൻ അയർലൻഡിലെ ആൻഡ്രീം പ്രവിശ്യയിൽ ഒരുപാട് കുന്നുകളും പുൽമേടുകളും എല്ലാം നിറഞ്ഞൊരു പ്രദേശമുണ്ട്. ആ ഒരു പ്രദേശത്തെ കൂടുതൽ മനോഹരമാക്കുന്ന ഒരു തടാകമാണ് ലൗഖരീമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു തടാകം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തടാകത്തിന് പെട്ടെന്ന് അപ്രത്യക്ഷമാകാനും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാനുമുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഇതിനെ വാനിഷിംഗ് ലേക്ക് അഥവാ അപ്രത്യക്ഷമാകുന്ന തടാകം എന്നൊരു പേരിലാണ് വിളിക്കുന്നത്. ദിവസത്തിൻ്റെ ആരംഭത്തിൽ ഒത്തിരി വെള്ളം നിറഞ്ഞ നിലയിൽ കാണപ്പെടുന്ന ഈ ഒരു തടാകം ഉച്ച കഴിയുമ്പോഴത്തേക്ക് ശൂന്യമായി കിടക്കും. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം എന്നറിയാൻ വേണ്ടി ഗവേഷകരൊക്കെ ഒരുപാട് നാളത്തെ പരിശ്രമം നടത്തി അങ്ങനെ പല തെളിവുകളും കിട്ടുകയുണ്ടായി. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു പ്രദേശം ഇങ്ങനെ ഉണ്ടെങ്കിൽ നാട്ടുകാർക്ക് തന്നെ പല കഥകളും ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു തടാകത്തെ ചുറ്റിപ്പറ്റി ചില പ്രേത കഥകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഏതൊരു കാര്യവും കാണുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്പെക്കുലേഷൻസും അറിയണം, അതുപോലെ തന്നെ ഫാക്ട്സും അറിയണം. ഞാൻ ഇന്നേ വരെ ഏതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എല്ലാത്തിലും 2 sides of a coin എന്ന് പറയുന്ന പോലെ രണ്ടും കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ചില കഥകൾ ആദ്യം പറയാം. അപ്പോൾ നമുക്ക് ഇതിന് പിന്നിലുള്ള പ്രേത കഥകൾ അഥവാ നാടോടി കഥകളിലേക്ക് വരാം. മിക്കവാറും ഈ ഒരു തടാകം ഇങ്ങനെ പെട്ടെന്ന് ജലനിരപ്പ് വരുന്നു, പെട്ടെന്ന് ശൂന്യമാകും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കൊച്ചു കുട്ടികളൊക്കെ അതിൽ പോയിട്ട് അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞൊരു കഥയാകാനേ സാധ്യതയുള്ളൂ. അതെൻ്റെ അഭിപ്രായം മാത്രമാണ്. കാരണം ഈ പറയുന്ന കഥ നടക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് അവർക്ക് തന്നെ വ്യക്തതയില്ല. അപ്പോൾ കഥ നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിൽ ഏതോ ഒരു കാലത്തിലാണെന്നാണ് കഥയിൽ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് കുതിരവണ്ടികളിൽ കുറേ പേർ അതുവഴി സഞ്ചരിക്കുകയായിരുന്നു. അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു തടാകം കടക്കേണ്ട സമയം വന്നപ്പോൾ അവർക്ക് തടാകം കടക്കാൻ പറ്റാതെ വന്നു. അതിന് കാരണം ഈ തടാകത്തിൽ ഒത്തിരി ജലം ആ സമയത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുതിരയടക്കം ഈ സഞ്ചാരികളെല്ലാം തന്നെ ഈ ഒരു തടാകത്തിൽ വീണ് മരണപ്പെടുകയുണ്ടായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാടോടി കഥകളിൽ പറയുന്നത് ആ കുതിരയും അതിൽ സഞ്ചരിച്ച ആളുകളും ആ ഒരു തടാകത്തിൻ്റെ പരിസരത്ത് ഇപ്പോഴും അലഞ്ഞു തിരിയുന്നുണ്ട്. അതും ഒരുപാട് വെള്ളം നിൽക്കുന്ന തടാകത്തിൽ ഒരുപാട് വെള്ളമുള്ള സമയത്ത് രാത്രി കാലങ്ങളിലാണ് അവിടെ ഈ ഒരു പ്രേതങ്ങൾ വിഹരിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്ന കഥ. അപ്പം കഥ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും അറിയാം ഇതിലൊരു വ്യക്തതയോ അല്ലാതെ ഒരു സയൻറ്റിഫിക് ടച്ചോ ഒന്നുമില്ല. വെറും കഥ മാത്രമായിട്ട് നമ്മളിതിനെ കണ്ടാൽ മതി. ഇനി നമുക്കിതിൻ്റെ സയൻറ്റിഫിക് ഫാക്ട്സിലോട്ട് വരാം. എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് വെള്ളം വരുന്നു, പെട്ടെന്ന് പോകുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാം, ഇതിൽ പെട്ടെന്ന് ജലം വരുന്നു, പെട്ടെന്ന് ജലം പോകുന്നു, ശൂന്യമാകുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ നീരൊഴുക്ക് സംവിധാനത്തിലാണ്. അപ്പോൾ ഈ ഒരു തടാകത്തിൻ്റെ നീരൊഴുക്ക് സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഗവേഷകർ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധയിൽപ്പെടുത്തി. ഈ ഒരു തടാകത്തിന് ചുറ്റും ചതുപ്പു നിലങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു തടാകത്തിലേക്ക് ജലം എത്തുന്നത് 3 അരുവികളിൽ നിന്നാണ് ജലം എത്തുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ജലം എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് നോക്കുകയാണെങ്കിൽ അതിനൊരു ചാലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ചാലിലൂടെയുള്ള ഈ വെള്ളത്തിൻ്റെ പോക്ക്. പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ പ്രയാസമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള കഥകൾ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ള റീസൺ വിശ്വസിക്കാനും നമുക്ക് അല്പം പ്രയാസം തോന്നും. കാരണം ഇതൊരു പക്ക റീസണായിട്ട് എനിക്ക് കേട്ടപ്പോൾ തോന്നിയിട്ടില്ല. റീസൺ പറയാം. അതായത് ഈ ഒരു തടാകത്തിൽ നിന്നുള്ള ജലം ഒരു ഭൂഗർഭ ചാലിലൂടെ ഒരു 2.5 കിലോമീറ്റർ അപ്പുറത്തുള്ള കാരി നദിയുടെ നീരുറവയിലേക്കാണ് എത്തേണ്ടത്. അങ്ങനെയാണ് എത്തുന്നത്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോ പറഞ്ഞു കഴിഞ്ഞാൽ തടാകത്തിലേക്ക് 3 അരുവികളിൽ നിന്നുള്ള ജലം എത്തുന്നു. തടാകത്തിൽ നിന്നുള്ള ജലം പോകുന്നത് കാരി നദിയിലുള്ള ഒരു നദിക്കടുത്തുള്ളൊരു നീരുറവയിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നു. അപ്പം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ 3 അരുവികളിൽ നിന്നുള്ള ജലം തടാകത്തിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് വല്ല അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ഈ ഒരു തടാകത്തിൻ്റെ നീർച്ചാലുണ്ടല്ലോ, ഭൂഗർഭ ചാലിൻ്റെ ബിഗിനിങ് സ്റ്റേജ് എത്തുന്ന സമയത്ത് ഈ അവശിഷ്ടങ്ങൾ അവിടെ അടിഞ്ഞുകൂടാണ്. ഇത് അടിഞ്ഞുകൂടുന്നത് കൊണ്ട് ജലനിരപ്പ് ഉയർന്നു കാണുന്നു. എപ്പോഴാണോ ഈ ഒരു അവശിഷ്ടങ്ങൾ ചാലിലേക്ക് പോയിട്ട് അത് നേരെ 2.5 കിലോമീറ്റർ അപ്പുറത്തുള്ള അവിടേക്ക് എത്തുന്നത്, അപ്പോൾ ഇത് ശൂന്യമാകുന്നു. ഈ ഒരു പ്രോസസ്സ് ഡെയിലി ബേസിൽ നടക്കുന്നത് കൊണ്ടാണ് രാവിലെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു തടാകം ഒരു ഉച്ച കഴിയുമ്പോൾ അത് ഫോഴ്സ് എല്ലാം പോയി അത് നിശ്ചലമായി ശൂന്യമായി നിൽക്കുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇത് പറയുമ്പോൾ തന്നെ ശാസ്ത്രജ്ഞർക്കും ഉറപ്പില്ല. അവർ തന്നെ പറയുന്നുണ്ട് വ്യക്തമായ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇതും ഒരു സ്പെക്കുലേഷൻ പോലെ തന്നെയാണ്. ഇതിലും വ്യക്തതയില്ല.
എങ്ങനെ നോക്കിയാലും നിഗൂഢമായി തന്നെ നിൽക്കുകയാണ് ഈ ഒരു തടാകത്തിൻ്റെ ജലനിരപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വാനിഷിംഗ് ലേക്കിൻ്റെ മുകളിൽ ഒരു റോഡും ഉണ്ട്. അപ്പം അതുവഴി വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു തടാകത്തിലെ ജലനിരപ്പ് ഉയർന്നു നിന്നാലും താഴ്ന്നു നിന്നാലും എങ്ങനെയാണെങ്കിലും അത് ആ ഗതാഗതത്തെ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യുന്നില്ല. വണ്ടികൾ സുഗമമായി തന്നെ പോകാൻ പറ്റുന്ന രീതിയിൽ ഉയർത്തിയിട്ടാണ് ഈ ഒരു വേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം അവിടെ യാത്രാ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് വാനിഷിംഗ് ലേക്ക് അഥവാ അപ്രത്യക്ഷമാകുന്ന തടാകം എന്നറിയപ്പെടുന്ന ലൗഘരീമ തടാകത്തെക്കുറിച്ചാണ്. ഇതിനൊക്കെ സ്റ്റഡീസ് കൂടുതൽ നടത്തിയിട്ട് ഇതിൻ്റെയൊക്കെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ പിന്നീട് പലപ്പോഴും കണ്ടെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഇനിയും ഇടാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുവരെ ബൈ.